ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഇന്നൊരു പുട്ടുണ്ടാക്കി നോക്കാമേ. അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യം എത്ര വേണോ അത്ര എടുക്കണം. അത്ര എടുത്ത് നന്നായി നമ്മൾ അത് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഗോതമ്പ് പുട്ടാന്നേലും റവ പുട്ടാന്നേലും അത് നന്നായിട്ട്, റാഗി പുട്ടാണെങ്കിലും ആ പൊടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ അതങ്ങ് കട്ട കിട്ടും. അപ്പം നല്ല രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. പെതുക്കെ ഇളക്കണം, ഇല്ലെങ്കിൽ ഇതങ്ങ് പൊടിയല്ലേ, ഇതങ്ങ് തെറിച്ചു പോകും. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം നന്നായി ഇവിടെ വറുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നിന്ന് തണുക്കാൻ അനുവദിക്കാമേ. ഇത് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് പൊടിയെല്ലാം ഇവിടെ ആറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കാം. നമുക്ക് നനച്ചെടുക്കാമെന്ന് പറയാം, കുഴച്ചെടുക്കാമെന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ നനച്ചെടുക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ നനച്ചെടുക്കാം. വെള്ളം തളിച്ചു കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. കട്ട കെട്ടിയാൽ നല്ലതല്ല പുട്ട്. അതിന് നമ്മൾ ഈ പൊടി വറക്കുന്നത്. അങ്ങനെ പുട്ടിൻ്റെ പൊടിയെല്ലാം ഞാൻ കട്ട കെട്ടാതെ നനച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം, നമുക്ക് കട്ട കെട്ടാൻ പാടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗ്ലാസ്സിലാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടിയിടാം. പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുകളിലായിട്ട് ശകലം തേങ്ങ ചേർത്ത് കൊടുക്കാം. അമക്കരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് എല്ലാ ഗ്ലാസ്സിലോട്ടും, ഞാൻ ഗ്ലാസ്സിലാണ് ഇത് ചെയ്യുന്നത്, എല്ലാ ഗ്ലാസ്സിലോട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്ലാസ്സിലോട്ടെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവി വരുന്ന ഒരു പാത്രത്തിലോട്ട് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഓൾറെഡി ഞാനിവിടെ ഇഡലിച്ചെമ്പ് വെള്ളം ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്തോട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് പാത്രത്തിൽ നിന്ന് ഇതെടുത്ത് മാറ്റാമേ. ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിൽ നിന്നും വിടുവിച്ചെടുക്കാം. ഒരുമാതിരി ചൂടാറിയിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായ കാരണം വേഗം അങ്ങ് എടുക്കുകയാണ്. ഇത് ഗ്ലാസ്സിൽ നിന്ന് മാറ്റാം. കണ്ടോ? അങ്ങനെ നമ്മുടെ വെറൈറ്റി ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ വീഴാതെ മക്കളെ, ശരിക്കിരിക്കെ. എല്ലാവരും ഒന്ന് കാണണ്ടേ നിങ്ങള്? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ടേസ്റ്റൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകത്തില്ല. നമ്മൾ പുട്ട് കൊടുക്കുന്നതിന് വരെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.